കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എസ്ട്രോ കൊമിക്. ആദ്യം തന്നെ ഞാൻ ഒരു ക്ഷമ ചോദിക്കട്ടെ, കാരണം വൺ പീസിന്റെ വീഡിയോ നന്നായിട്ട് താമസിച്ചെന്ന് എനിക്കറിയാം. കുറച്ചധികം തിരക്കിൽ പെട്ടുപോയി, അതുകൊണ്ടാണ്. സോ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1128 ആയിരിക്കും. വൺ പീസിന്റെ എല്ലാ ചാപ്റ്റേഴ്സും വായിച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോയിലേഴ്സ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ നാമിനെയും സാഞ്ചിനെയും കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ സാഞ്ചി അപ്പൊ തന്നെ പറയുന്നുണ്ട് ഇതൊന്നും ഡ്രീം ആകാൻ ചാൻസ് ഇല്ല, കാരണം എവിടെ നോക്കിയാലും ആമ്പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ നാമി ചോദിക്കുന്നുണ്ട്, അപ്പൊ നീ ഏത് ഡ്രീം ആയിരിക്കും സത്യം പറഞ്ഞാൽ കാണുന്നത്? അങ്ങനെ നമ്മുടെ നാമിനെ എടുത്തിട്ട് സാഞ്ചി അവിടെ നിന്ന് ചാടുവാണ്. പിന്നെ നമ്മുടെ സോറോനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എണീറ്റത് ഇതിന്റെ അപ്പുറത്തെ വശത്തായിരുന്നു. ഒരു സൈഡിൽ ഭയങ്കര ബഹളം കെട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഞാൻ നോക്കാൻ നേരത്ത് ലൂഫി ഒരു മുയലിനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഊസപ്പിനോട് നമ്മുടെ ലൂഫി ചോദിക്കുന്നുണ്ട്, എടാ അതൊരു പൂച്ചയല്ലായിരുന്നു, നിനക്ക് അതിനെ വേണമെങ്കിൽ പിടിച്ച് നിർത്താന്നുള്ളതെന്നുള്ള, പിന്നെ നീ എന്നാ ചെയ്യാൻ പറ്റുമായിരുന്നു? പക്ഷെ ഞാൻ കണ്ണ് തുറക്കാൻ നേരത്ത് ഞാൻ ആ പൂച്ചയുടെ വായിലായിരുന്നു. അതും കൂടെ ആയപ്പോ എന്റെ എല്ലാ കിളിയും കൂടെ പോയി കിട്ടി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ഡ്രസ്സൊക്കെ കണ്ട ഏകദേശം എൽബോഫിലെ ജയൻസിനെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഇത്രയും നമുക്ക് ഇത്രയും കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഉടുപ്പൊക്കെ എങ്ങനെ ജയൻസിന്റെ വന്നു? അപ്പൊ നാമി പറയുന്നുണ്ട്, ശരിയാണ്, ഇത് എൽബഫ് ആകാൻ ചാൻസ് ഉണ്ട്, കാരണം ഈ ട്രീ തന്നെ കണ്ടോ, ഇതൊക്കെ ഫേക്ക് ആണെന്ന് കാണാൻ നിർത്താൻ നമുക്കറിയാം. അങ്ങനെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും കൂടെ തീരുമാനിക്കുവാണ്, അതായത് ടൗണിലെ ആൾക്കാരുടെ പോയി തിരക്കി കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവിക്കണമെന്നൊക്കെ മനസ്സിലാവുമല്ലോ. അതുമാത്രമല്ല കടലിലേക്കുള്ള വഴിയും അറിയാൻ പറ്റും. അങ്ങനെ അവരെല്ലാവരും കൂടെ ടൗണിലേക്ക് പോകുവാണ്. നിലവിൽ ഇപ്പൊ എവിടെയാണ് എന്താണ് ഒന്നും അറിയാമല്ലെങ്കിൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് നല്ല വൈബിലാണ്. അങ്ങനെ അവര് നോക്കാൻ നേരത്ത് ദൂരത്ത് നിന്ന് ചാടി ഒരു സാധനം വന്നിട്ട് നോക്കാൻ നേരത്ത് പുൽച്ചാടിയുടെ മേലിൽ ഒരാൾ നിൽക്കുന്നു. അപ്പൊ തന്നെ നമ്മുടെ ഞാമി സാഞ്ചി കൂടെ നൈസ് ബാക്കിലേക്ക് വലിയുന്നുണ്ട്, കാരണം അവർക്കത് കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ തന്നെ ലൂഫിയും സോറയും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരെന്തുവാ, നമ്മളിപ്പോ എവിടെ നിൽക്കണത്? ഇങ്ങനെ നിർത്താതെ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. എടാ ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. എന്നിട്ട് ആ പുള്ളിക്കാരൻ പറയും, എന്തായാലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഇത് സൺ ഗോഡിന്റെ പ്ലേസ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്യാസിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാനാണ്. ഇവിടെ ആകെപ്പാടെ ഒരു പൂച്ചയാണ് താമസിക്കുന്നത്. നമ്മുടെ ലൂഫി അപ്പൊ തന്നെ ആ പൂച്ചനെ ഇടിച്ച് നശിപ്പിച്ചെന്ന് പറയാൻ വേണ്ടി പോകുന്നിടത്ത് പെട്ടെന്ന് ഊസോപ്പ് നമ്മുടെ ലൂഫിയുടെ വാപത്തി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളി മേജറായിട്ടൊരു കാര്യം കൂടെ പറയും, അതായത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് നിൽക്കുന്ന ഒരു റോഡിലാണ്. ഈ റോഡിന്റെ അറ്റത്തേക്ക് ആരും തന്നെ പോകാൻ പാടില്ല, ഇനി പോയാലും അതിന്റെ ബോർഡർ കഴിഞ്ഞ് പോകാൻ പാടില്ല. അങ്ങനെ പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇത് കേട്ടത് നമ്മുടെ ലൂഫി അവിടെ നിർത്താതെ ഒരു ഓട്ടോ ഓടും. ബാക്കിയുള്ളവരെല്ലാരും കൂടെ നമ്മുടെ ലൂഫിയുടെ പുറകെ. അതുമല്ല ഈ റോഡിന്റെ അവസാനം ഒരു ഗോഡ് ടെമ്പിൾ ഉണ്ട്, നമ്മുടെ സൺ ഗോഡിന്റെ ടെമ്പിൾ ഉണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറെ അധികം ഗാർഡിയൻസ് ഉണ്ടെന്ന് പറയും. ഈ ഒരു കാര്യം കേട്ടുകൊണ്ടാണ് നമ്മുടെ ലൂഫി നേരത്തെ തന്നെ 100-110 അങ്ങോട്ട് പോയത്. അപ്പൊ തന്നെ നമ്മുടെ സോറയും പറയുന്നത്, ഗാർഡിയൻസ് എന്തായാലും കൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൂഫിയുടെ പുറകെ സോറയും പോകുന്നുണ്ട്. ലൂഫി ആരും തന്നെ നോക്കുന്നില്ല, പുള്ളിക്കാരൻ ഇത് കുറെ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ പുറകെ ഓടുന്നുണ്ട്. നേരത്തെ കണ്ട പോലത്തെ അതേ ഒരു കാസിൽ ഇവർ ഇവിടെയും കാണും. അങ്ങനെ ലൂഫി മുമ്പിലേക്ക് പോകാൻ നിർത്തി ലൂഫിയുടെ ഓപ്പോസിറ്റ് ആരോ ഒരാൾ വരുന്നുണ്ട്. പക്ഷെ ലൂഫി സൈഡ് കൊടുക്കത്തൊന്നുമില്ല, നേരെ പോകും. അങ്ങനെ പുള്ളിക്കാരൻ പോയി കൂട്ടിയിടിക്കും. അങ്ങനെ അവിടെ മുഴുവൻ പൊട്ടി തകരാൻ തുടങ്ങും. അപ്പൊ ബാക്കിയുള്ളവർ വിചാരിക്കുന്നത് ഇത് സ്കൈ ബ്രേക്ക് ആയതെന്നാണ്. സംഭവം കണ്ട് എല്ലാവരും തെരിച്ച് നിപ്പുണ്ട്. വേറൊന്നുമല്ല, ഇപ്പൊ പൊട്ടിയത് ഒരു കണ്ണാടിയാണ്. ഒരു ജയന്റിന്റെ റൂമിലുള്ള ഒരു കൂട്, അതായത് പെറ്റ്സിനൊക്കെ ഇട്ട് വളർന്ന ഒരു കൂടിന്റെ അകത്താണ് നിലവിൽ ഇപ്പൊ ഒരു യോങ് കൂടെ ക്രൂ ഉള്ളത്. അങ്ങനെ ഈ കൂട്ടിന്റെ സൈഡിൽ ഒരു വലിയൊരു തയ്യൽ മെഷീൻ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പെട്ടെന്ന് ആരെ കടന്ന് കരയെന്ന സൗണ്ട് പാനലാണ് പൊട്ടിക്കരയിൽ നമ്മുടെ ചോപ്പറിനെ കാണുന്നത്. അതായത് ചോപ്പറിനെ ആരോ അവിടെ ചങ്ങലയിൽ തറച്ചിട്ടേക്കുമായിരുന്നു. നമ്മുടെ ചോപ്പറായിട്ട് നാമിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞിട്ടിരിക്കുകയാണ്. അതേസമയം ഉസോപ്പ് പറയുന്നുണ്ട്, ഈ സൺകോഡ് എന്ന് പറയുന്നത് നിസാരക്കാരനല്ല, അവൻ നന്നായിട്ട് തന്നെ എന്തായാലും ഉടുപ്പൊക്കെ തയ്ക്കാറുണ്ട്. നമ്മുടെ ലൂഫിയൊക്കെ നോക്കാൻ നിർത്തി ഏത് സൈഡിലിട്ട് നോക്കിയാലും കുറെ അധികം കട്ടകൾ, അതായത് ലെഗോ ബ്രിക്സില് അത് മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ സാഞ്ചിയപ്പോ പറയും ചെയ്യും, ഇതെല്ലാം പ്ലാസ്റ്റിക് പോലത്തെ എന്തോ കാര്യമാണ്, അതുകൊണ്ടായിരിക്കണം നമ്മൾ നേരത്തെ ആ മുയലിനെ അങ്ങോട്ട് ഗ്രില്ല് ചെയ്തപ്പോ പ്ലാസ്റ്റിക് അത് ഇങ്ങനെ മണം വന്നു. അപ്പോഴാണ് ഇവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, അതായത് പുറത്തുനിന്ന് നോക്കാൻ നിർത്തി ഇത് സീ ത്രൂ വെൽ പോലെയാണ്, അതായത് ഒരു മിറർ പോലെയാണ്. നമ്മുടെ സോറോയ്ക്ക് ഉസോപ്പിന് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇത് ഏതൊരു ജയന്റിന്റെ ഹോബിയാണ്, മനുഷ്യരെയും ബാക്കിയുള്ളവരൊക്കെ പിടിച്ച് ഒരു കൂടിന്റെ അകത്തിട്ട് വളർത്തുന്നു. നാമി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ജയന്റ് ആണെന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ഉസോപ്പ് പറയുന്നുണ്ട്, അത് ശരിയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ അകത്ത് കയറി ആ ടൗണിലുള്ളവരെ പിടിച്ച് മേടിക്കുക, അവരായിട്ട് സത്യം പറഞ്ഞോളൂ, അതാകുമ്പോ അത്രക്ക് റിസ്ക്കും ഇല്ലെന്ന് പറഞ്ഞോണ്ട് ലൂഫി നീ ഇതുവെല്ലാം കേൾക്കുന്നുണ്ടോന്ന് പറഞ്ഞോണ്ട് ലൂഫിനെ നോക്കാൻ നിർത്താണ് ഒരു ഓളത്തരം കാണുന്നത്. ഒരു വലിയൊരു പാമ്പിനെ നമ്മുടെ ലൂഫി ഇടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ലൂഫി പറയും ചെയ്യും, ആദ്യം ഞാൻ ഇവനെ അങ്ങോട്ട് ശരിപ്പെടുത്തട്ടെ. രക്ഷപ്പെടാൻ വേണ്ടി താഴത്തേക്ക് ചാടാൻ പോയ നാമി കാണുന്നത് കുറെ അധികം എലീനെയാണ്. മേലെ നോക്കാൻ നേരത്ത് കാക്കേനെയും. ഇതേ സമയം ഒരു മിസ്റ്റീരിയസ് ഉള്ള ഫിഗർ അങ്ങോട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു സൂര്യനെ പോലെ ഒരു കമ്പൊക്കെ ഉണ്ട്, തലയിലാട്ടെ മാനിനെ പോലെ ഒരു കൊമ്പും പിന്നെ കറുത്തൊരു ഉടുപ്പ് ഇട്ടുണ്ട് ഒരാൾ. പുള്ളിയുടെ റൂമിന്റെ വാതിൽ തുറക്കുന്നതിന് മുമ്പ് നേരെ വാതിലിന്റെ താഴത്തൂടെ തീയും പുകയൊക്കെ വരും. പുള്ളി തുറക്കാൻ നിർത്ത് ആ റൂം മുഴുവൻ നിന്ന് കത്തുവാണ്. അതേസമയം നമ്മുടെ ലൂഫി ഗിയർ 5 ആയിട്ട് ബാക്കിയുള്ളവ എല്ലാവരും വലിച്ചിട്ട് കീറുവാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്റെ ബിലവഡായിട്ടുള്ള ടെമ്പിൾ ആണിത്. ഉസോപ്പ് ഈ ജൈന്റിനെ കാണിയും പുള്ളിക്കാരൻ അപ്പൊ തന്നെ പറയും ചെയ്യും, എടാ സൺ ഗോഡ് വന്നിട്ടുണ്ട്, നമുക്ക് ഇപ്പൊ തന്നെ രക്ഷപ്പെടണം. കേട്ട പാതി കേൾക്കാത്ത പാതി ലൂഫി ആ പാമ്പിനിട്ട് ഒരു വലിയ രടിയും കൂടെ കൊടുത്ത് പുള്ളിക്കാരൻ ചവിട്ടി താഴത്തേക്ക് ഇട്ടിട്ട് അവിടുന്ന് എല്ലാരും കൂടെ രക്ഷപ്പെടുക. നേരത്തെ കണ്ട ആ പെട്ടിയില്ലേ, ആ പെട്ടിയുടെ അകത്തോട്ട് തന്നെയാണ് ഇവർ ഓടി കയറുന്നതും ആ പൂച്ചനെയാണ് കാണുന്നത്.
പൂച്ചയുടെ തലക്കെട്ട് രണ്ടെണ്ണം കൊട്ടിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ സ്ട്രോ ഹാറ്റ്സും കൂടെ ഈ പൂച്ചയുടെ മേത്തിരുന്ന് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ലാമി ഈ ഒരു പെട്ടിയിലെ ഒരു ക്യൂബിന്റെ തലവിലുള്ളത് ആ ക്യൂബിന്റെ ഒരു ബ്ലൂ പ്രിന്റും കണ്ടുപിടിക്കും. നീയൊക്കെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നശിപ്പിച്ച് കളഞ്ഞല്ലേടാന്ന് പറഞ്ഞുകൊണ്ട് ഈ സൺ കോഡ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ പുറകെ ഉണ്ട്. നമ്മുടെ ലൂഫിയും ബാക്കിയുള്ളവരാകട്ടെ ആ പൂച്ചയുടെ മുഖത്തിരുന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പുറത്തെ സൈഡില് ആ മതിൽ പൊട്ടിച്ച് ആ ചില്ല് പൊട്ടിച്ച് പുറത്ത് രക്ഷപ്പെടാൻ പറ്റുമല്ലോ ആ ഒരു ഐഡിയയിൽ. പക്ഷേ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനൊന്നും രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൺ കോഡ് ഇവരുടെ പുറകെ പോകുന്നത്. അങ്ങനെയാണ് ഈ ചാപ്റ്റർ 1128 ഇവിടെ അവസാനിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ച ബ്രേക്ക് ഒന്നുമില്ല. ഈ സൺ കോഡ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ നിക്കാണ് സൺ കോഡ് എന്ന് നമുക്കറിയാം. സോ ഇത് ലോക്കി ആയിരിക്കുമോ എന്ന് എനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട.